മേക്ക് ഇൻ ഇന്ത്യ, ബൃഹത് സാധ്യതകൾ, സർക്കാർ തന്ത്രങ്ങൾ, വമ്പൻ മുന്നേറ്റം. ഇന്ത്യയുടെ ഒരു സ്വപ്നം ലോകത്തെ വെല്ലുന്ന മാനുഫാക്ചറിങ് ശക്തിയാവുക, അതും 2025 ഇതാണ് മേക്ക് ഇൻ ഇന്ത്യ. ഇതിന് പിന്നിലെ സർക്കാർ തന്ത്രങ്ങളും രാജ്യത്തിൻ്റെ കുതിച്ചുചാട്ടവുമാണ് ഈ വീഡിയോയിൽ. GDPയുടെ 25% മാനുഫാക്ചറിങ് മേഖലയിൽ നിന്ന് ഈ ലക്ഷ്യത്തിലെത്താൻ എന്തൊക്കെയാണ് ഇന്ത്യ ചെയ്യുന്നത്? വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബിസ്റ്റാർട്ട് മാപ്പ്. മാനുഫാക്ചറിങ് ബിസിനസ് രംഗത്തെ നിങ്ങളുടെ ഉത്തമ വഴികാട്ടി. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. എന്തുകൊണ്ട് മേക്ക് ഇൻ ഇന്ത്യ? ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? 2014 മുമ്പ് ഇന്ത്യയുടെ മാനുഫാക്ചറിങ് മേഖല വളരെ ദുർബലമായിരുന്നു. ഇറക്കുമതിയെ കൂടുതൽ നമ്മൾ ആശ്രയിച്ചിട്ടുണ്ടായിരുന്നു. ഇത് മാറ്റാൻ മേക്ക് ഇൻ ഇന്ത്യ തുടങ്ങി. ലക്ഷ്യം വൻതോതിൽ മാനുഫാക്ചറിങ് രംഗത്തെ വളർച്ച, കോടിക്കണക്കിന് തൊഴിലവസരങ്ങൾ. GDPയുടെ 25% ഈ മേഖലയിൽ നിന്നാണ് ഈ മേക്ക് ഇൻ ഇന്ത്യ എന്നുള്ള ഒരു സ്കീം തുടങ്ങുന്നതിലൂടെ ഇന്ത്യ രാജ്യം പ്രകറ്റ് ചെയ്യുന്നത്. ചില സർക്കാർ തന്ത്രങ്ങളും രഹസ്യങ്ങളും നയപരമായ മുന്നേറ്റങ്ങളും. വ്യവസായം തുടങ്ങാൻ എളുപ്പമാക്കി, നിയമങ്ങൾ ലളിതമാക്കി, വിദേശ നിക്ഷേപം ആകർഷിക്കാൻ വാതിലുകൾ തുറന്നിട്ടു. റോഡുകൾ, തുറമുഖങ്ങൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ വൻതോതിൽ വികസിപ്പിക്കുന്നു. കൂടാതെ ഇന്ത്യയിൽ കൂടുതൽ നിർമ്മിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന PLI പോലുള്ള പദ്ധതികളും അടുത്തിടെയായിട്ട് നടപ്പാക്കി. നയപരമായ മുന്നേറ്റങ്ങൾ, വിവിധ മേഖലകളിലെ സ്വാധീനം. മൊബൈൽ ഫോൺ മാനുഫാക്ചറിങ്, ഇന്ത്യ ലോകത്ത് 2ാമതെത്തി. പ്രതിരോധ രംഗത്ത് സ്വയം പര്യാപ്തത നേടി, കയറ്റുമതിയും കൂടി. ഓട്ടോമൊബൈൽ, കളിപ്പാട്ട നിർമ്മാണം, സെമി കണ്ടക്ടർ തുടങ്ങിയ മേഖലകളിലും വലിയ മുന്നേറ്റം തന്നെ ഇത് കാരണമുണ്ടായി. ഈ വിശകലനം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വലിയ സ്വാധീനം, സാമ്പത്തിക മാറ്റങ്ങളും യഥാർത്ഥ കണക്കുകളും. കോടിക്കണക്കിന് ഡോളറിൻ്റെ വിദേശ നിക്ഷേപം ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തി. ഈ ഒരു മാറ്റം മൂലം മരുന്നുകൾ, പ്രതിരോധ സാമഗ്രികൾ എന്നിവയുടെ കയറ്റുമതിയിൽ വൻ കുതിച്ചുചാട്ടം. PLI പദ്ധതികൾ വഴി ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങളും വലിയ നിക്ഷേപവും ഉണ്ടായി. എങ്കിലും GDPയുടെ 25% എന്ന ലക്ഷ്യം ഇനിയും അകലെയാണ്. നമ്മൾ ഏകദേശം 17% നിൽക്കുകയാണ് ഇപ്പോൾ. മാനുഷിക ഘടകം, തൊഴിലവസരങ്ങളും നൈപുണ്യ വികസനവും. ലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങളാണ് ഇത് കാരണം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് PLI പദ്ധതികളിലൂടെ യുവാക്കൾക്ക് വ്യവസായങ്ങൾക്ക് അനുയോജ്യമായ പരിശീലനം നൽകാൻ സ്കിൽ ഇന്ത്യ പോലുള്ള പദ്ധതികൾ സർക്കാർ ഇപ്പോൾ ഊന്നൽ നൽകുന്നുണ്ട്. ഇത് 2 രീതിയിലാണ് നമുക്ക് ഗുണം ചെയ്യുന്നത്. ഒന്ന്, നമ്മുടെ വരുന്ന പുതുതലമുറക്ക് തൊഴിലവസരങ്ങൾ കൂടുന്നു. അതുപോലെ മാനുഫാക്ചറിങ് യൂണിറ്റ് ബിസിനസ് സംരംഭകർക്ക് സ്കിൽഡായിട്ടുള്ള വളരെ വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ കിട്ടുന്നു എന്നുള്ളതുമാണ്. അതുപോലെ വെല്ലുവിളികളും മുന്നോട്ടുള്ള വഴിയും. 25% GDP ലക്ഷ്യം നേടുന്നത് വെല്ലുവിളിയാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ പ്രശ്നങ്ങളും വിദഗ്ധ തൊഴിലാളികളുടെ കുറവും പരിഹരിക്കുക എന്നുള്ളതായിരുന്നു. അതിൽ ഇനിയും ഒരുപാട് നമുക്ക് മുന്നേറേണ്ടതുണ്ട്. എങ്കിലും ഭാവിയിലേക്കുള്ള വ്യക്തമായ പദ്ധതികളിലൂടെ ഇന്ത്യ മുന്നോട്ട് തന്നെ പോകുന്നു. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക്. മേക്ക് ഇൻ ഇന്ത്യ ഇന്ത്യയുടെ സാമ്പത്തിക ഭാവി മാറ്റിയെഴുതാനുള്ള വലിയ ശ്രമമാണ്. വിദേശ നിക്ഷേപത്തിലും കയറ്റുമതിയിലും വൻ മുന്നേറ്റം തന്നെ ഉണ്ടായി. വെല്ലുവിളികൾക്കിടയിലും സ്വയം പര്യാപ്തമായ ശക്തമായ ഒരു ഭാരതം കെട്ടിപ്പടുക്കാനുള്ള യാത്ര നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ അടുത്ത വീഡിയോ മാനുഫാക്ചറിങ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള വീഡിയോയുടെ ഭാഗമായിട്ട് നാളെ വളരെ ചുരുങ്ങിയ മുതൽ മുടക്കിൽ വീട്ടിൽ തന്നെ വെച്ചുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന 20ഓളം ആശയങ്ങളെക്കുറിച്ച് നമ്മൾ നാളെ ഡിസ്കസ് ചെയ്യുന്നതാണ്. പ്ലീസ് സ്റ്റേ ട്യൂൺ വിത്ത് ലോട്ട് ഓഫ് സർപ്രൈസസ്. താങ്ക് യു.